1 നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ പഠിച്ചു. പാർട്ട് 2 ഇനി എങ്ങനെയാണ് ബീഡ് വർക്ക് ചെയ്യാന്നാണ് നോക്കണത്. ഈ 3 നീഡിൽസ് ആണ് കേട്ടോ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ചെയിൻ സ്റ്റിച്ചിനും. നമ്മുടെ ത്രെഡ് കെട്ടിട്ടതിന് ശേഷം പതിവ് പോലെ ചെയിൻ സ്റ്റിച്ചിന് എങ്ങനെ ചെയ്ത് വെച്ചാൽ അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് ആദ്യം നമ്മളൊരു നോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടുത്ത സ്റ്റിച്ചിങ് മുതലാണ് നമ്മൾ ബീഡ്സ് അതിൽ കുറക്കാൻ ചെയ്യേണ്ടത്. ഈ ഒരു നീഡിൽ ഒരുപാട് ബീഡ്സ് ഇങ്ങനെ കുറത്തിട്ടാണ് നല്ല എക്സ്പീരിയൻസ് ഉള്ളവർ ചെയ്യുക. എനിക്ക് അത്രത്തോളം എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഓരോരോ ബീഡ് വെച്ചിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ കുറക്കുകയാണ് ചെയ്തത് കേട്ടോ. നമ്മുടെ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്ന അതേ ഇതിൽ കുറച്ച് നീട്ടം കൂട്ടിയിട്ട് അതിൽ ബീഡ്സ് ഇട്ട് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് ഇത്തിരി വലിയ ഹോളുള്ള ബീഡാണ്. അതിന് നമുക്ക് ഈ ത്രെഡ് യൂസ് ചെയ്യാം. ഇനി നമുക്ക് സിൽക്ക് ത്രെഡ് ഉണ്ടല്ലോ, ഷുഗർ ബീഡ്സ്, കട്ട് ബീഡ്സ് ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ത്രെഡാണ് യൂസ് ചെയ്യുക. ഇത് ഇച്ചിരി വണ്ണ കൂടുതലല്ലേ, അപ്പൊ നമുക്ക് ആ ഹോളിന്റെ ഉള്ളിൽ കൂടെ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇനി ബീഡ് വർക്കിൽ ഇത് അവസാനിപ്പിക്കാൻ കെട്ടിടുന്നത് 2 വഴിയിലൂടെ. ഒന്ന് ഇതുപോലെ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്തില്ലേ അത് ഞാൻ സെപ്പറേറ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒന്നിൻ്റെ ഉള്ളിൽ കൂടെ മറ്റൊന്ന് എടുത്തിട്ട് ആദ്യത്തെ ഇങ്ങനെ വലിച്ചെടുക്കുക. എങ്ങനെ പറഞ്ഞുതരണ്ടെന്ന് അറിയില്ല, അതിനാണ് ഇത്രയും സൂം ചെയ്തിട്ട് ഞാനത് കാണിച്ചു തന്നത്. ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബീഡ് വർക്ക്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേണിലൊക്കെ ഇത് ചെയ്യാലോ. നെക്സ്റ്റ് വീഡിയോ വേണമെന്ന് കമന്റ് ചെയ്യാം.